സുഹൃത്തുക്കളെ, നമ്മുടെ UDF സ്ഥാനാർത്ഥി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യം, UDF ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രൈവറ്റ് ബസ്സിന് വേണ്ടി, അതായത് നമ്മുടെ ജനങ്ങൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ആളുകൾ കാണുന്നത്. നമ്മുടെ ടൈമിലാണ് പോകുന്നത്. പക്ഷെ എന്നാലും ആളുകൾ തെറ്റിദ്ധാരണയിലൂടെയും അല്ലാതെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരു ബസ്സാണ് ഇതിന്റെ പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാപ്പാൻ്റെ അടുത്ത് വന്നാണ്. അപ്പോൾ പോയി ചോദിക്കട്ടെ. ഒരു സമാധാനത്തിൽ ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്രയും ലോകത്ത് ഇത്രയും ഒരു റിസ്ക് ജോലി ചെയ്യാൻ ഭയങ്കര ടെൻഷൻ. എല്ലാവരും വണ്ടി എടുത്ത് നിർത്തുന്ന വരെ ടെൻഷനാണ്. ഒരു ഓൺ അടിച്ചാൽ പാടില്ല, ഒന്ന് കയറി പോകാൻ പാടില്ല. നമ്മൾ കയറി പോകുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നിലമ്പൂരിൽ വന്നാലും മൂത്രയ്ക്കാൻ പോയി സമയം കിട്ടില്ല. അവിടെ നിലമ്പൂരിൽ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ 2.5 മണിക്കൂറാണ് പരിപാടിക്ക്. 2.5 മണിക്കൂർ നടത്തിയാണ് 10-15 മിനിറ്റ് അതിൻ്റെ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഇവിടെ ബ്ലോക്ക് പെട്ട സമയം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് അല്ല കുറേ ആളുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഇതിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സർവീസ് എടുത്താൽ സമയമൊക്കെ. അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പാൻ്റെ വീട്ടിൽ നമ്മുടെ നാട്ടിലെ കൗൺസിലറാണിത്. അപ്പോൾ മൂപ്പരെയും കൂട്ടിയാണ് നമ്മൾ കുഞ്ഞാപ്പാൻ്റെ വീട്ടിൽ വന്നതിന് കുഞ്ഞാപ്പാനെ കണ്ടു. ഇതിന് വേണ്ട രീതിയിൽ ഒക്കെ നമ്മുടെ കൗൺസിലർ ശരിക്കും നമ്മളിപ്പോൾ റോഡുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ടും ടിപ്പുള്ള ഡ്രൈവറാണ്. അപ്പോൾ ഈ ബസ്സിൻ്റെ മരണപ്പാച്ചിൽ കാണുന്നുണ്ട്, ആക്സിഡൻറ്റുകൾ കാണുന്നുണ്ട്, പല മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ബസ്സിൻ്റെ ഭയങ്കര ഡ്രൈവറായിരുന്നു, ബസ്സിന് ഓണറായി പോയാണ്. ഇപ്പോൾ മലപ്പുറം മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. അന്നും തന്നെ ഓരോ വിഷയമായി ബന്ധപ്പെട്ട് ബസ് ഓണേഴ്സിനെ സംസാരിക്കേണ്ട വേദന നമ്മളൊക്കെ ടൈമിൻ്റെ പ്രശ്നം പറഞ്ഞു. ഈ ടൈം പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ബസ്സിന് ഓർഡർമാർക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഓരോ വണ്ടിയാണല്ലോ. അതുപോലെ ജീവനക്കാരെ ആളുകൾ ബുദ്ധിമുട്ടുണ്ട്, ഓരോ കുടുംബം പറ്റാനാണ്. അതുപോലെ യാത്രക്കാർ ഒരു സ്ഥലം നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പോകാൻ ഒക്കെ സുരക്ഷിതമാണ്. അതുപോലെ പൊതുജനങ്ങൾ അപ്പോൾ അവരുടെ കാര്യത്തിലൊക്കെ കുഞ്ഞാപ്പാനായിട്ട് സംസാരിച്ചപ്പോൾ മുപ്പതിന് തീരുമാനം ഇതിന് ശേഷം എടുക്കാനുള്ള ഒരു വാക്ക് വന്നിട്ടുണ്ട്. തീരുമാനം ഉണ്ടാകുന്ന പ്രതീക്ഷ. അപ്പോൾ മാക്സിമം നമ്മൾ UDF പിന്തുണയ്ക്കുക. ഇതിന് എന്തായാലും ഇത് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് തീരുമാനം പ്രൈവറ്റ് ബസ്സുകാർക്ക് സമാധാനത്തിൽ ഒരു ഞാനൊക്കെ പ്രൈവറ്റ് ബസ് ഡ്രൈവറെ പഠിക്കുകയാണ്. നേരെ കൊടുത്ത് നിർത്തുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതെങ്ങനെയൊക്കെ ഈ ടൈമിൽ ഓടി എത്തിക്കുന്ന ടെൻഷനാണ്. ഇത് നിർത്തി കുഞ്ഞാപ്പൻ പറഞ്ഞില്ലേ, ടെൻഷൻ മാറിയ സമയമില്ലാത്തൊരു പണിയാണ്. ലോകത്ത് ഇത്രയും ഇടങ്ങാറുള്ള ഒരു പണിയില്ല. അപ്പോൾ നിങ്ങൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ ശ്രദ്ധിക്കുക. നമ്മൾ കഴിയുടെ പരമാവധി ഏത് പാർട്ടി കോട്ടെ നമുക്ക് സമാധാനത്തിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ UDF സപ്പോർട്ട് ചെയ്താണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു UDF അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ഒന്നും വന്നല്ല. നമ്മൾ ഇലക്ഷന് മുമ്പ് നമ്മൾ വന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണിച്ചു തരുമെന്നില്ല. കുഞ്ഞാപ്പ് വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. എനിക്ക് പണ്ട് മട്ടന്നൂർ വെച്ചാണ് സംഭവം ഉണ്ടായിട്ട് എൻ്റെ ടൂറിസ്റ്റ് ബസ് മട്ടന്നൂർ വെച്ചാണ് ആക്സിഡന്റ് ആയിട്ട് അതേമാർക്ക് ഇവിടുന്ന് ഞാൻ ഇവിടെ അവിടെ വണ്ടി പൊട്ടിയിരുന്നില്ല. എത്രയായിട്ടും അവിടെ ഒരാഴ്ചയോളം വണ്ടി കിടന്നു ടൂറിസ്റ്റ് കിടന്നു. ലാസ്റ്റ് കുഞ്ഞാപ്പാൻ്റെ പറയാനപ്പെടുന്നത് കുഞ്ഞാപ്പാൻ്റെ ഗവൺമെന്റ് ബസീറാക്ക CI അയാൾ വിളിച്ച് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് വണ്ടി കിട്ടിയത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉപകാരം ഉണ്ടായിരുന്നു. വാക്ക് തന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വാക്കായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അത് വാക്ക് പറഞ്ഞു അത് പ്രവർത്തനത്തിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ കൂടുതൽ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം. UDF നമ്മളൊരു സുഹൃത്താണ്, കുഞ്ഞു നാട്ടുകാരാണ്, വേണ്ടപ്പെട്ട ഒരു എല്ലായിടത്തും അറിയുന്ന ഒരു പിടിപാടിലാണ്. നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം തന്നെയാണ്. അതായത് സംസാരിച്ചു വാക്ക് പറഞ്ഞ വാക്കയക്കണം, അതാണ് പറഞ്ഞത്. ഇനി നമ്മളെ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നല്ലൊരു സ്റ്റാൻഡിലും കൂടി വന്നാൽ പഠിച്ചിട്ട് ഞാൻ തീരുമാനം ചെയ്തു തരാൻ സെറ്റാണ്.